Yes, and just like that, I'm back from Thailand and I couldn't be happier. I had an amazing, great trip to Thailand and I want to remember all the beautiful things I have experienced there. Yeah, even after so many years, if I feel like revisiting those places, I can just go through my vlogs, right? സോ യാ ഈ ഒരു തായ്ലൻഡ് ട്രിപ്പ് ഇസ് എ ഡ്രീം കം ട്രൂ മൊമെൻറ്റ് ഫോർ മീ. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ ഓരോ മൊമെൻറ്റ്സും എല്ലാം എല്ലാം വെരി സ്പെഷ്യൽ ടു മീ ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് സ്റ്റേ ക്ലോസ് ടു മൈ ഹാർട്ട്. Yeah, that is the main reason why I want to make this vlog. So shall we start? Here comes the vlog. And finally we reached Thailand. ഇതാണ് ഡോൺ മിയോങ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തായ്ലൻഡിലെത്തി. നമ്മൾ ഇവിടെ നിന്ന് ടാക്സി പിടിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം. അവിടെ നിന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഏകദേശം 6 മണിയായി. തായ്ലൻഡ് നല്ല സൈലൻ്റ് ആയിരിക്കുന്ന സമയത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. We are going to Maclon station. Okay. Then Ampha floating market. Floating. And morning so far in outside Bangkok floating market. You buy taxi, buy bus. നമ്മൾ എവിടെയൊക്കെ പോവാന്നുള്ളതായി ചേട്ടൻ ചോദിച്ചത്. ചേട്ടന് ഇംഗ്ലീഷും വശമില്ല, നമുക്ക് തായ്ലൻഡ് ഭാഷയും വശമില്ലാഞ്ഞത് കൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയാണ് പകുതി മുക്കാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചത്. സോ ഈ ചേട്ടൻ തന്ന ഇൻഫർമേഷനാണ് അവിടെ എന്തോ ഫെസ്റ്റിവലാണ് ബുദ്ധയുടെ. സോ ബിക്കോസ് ഓഫ് വിച്ച് സൺഡേ മൺഡേ വാസ് എ ഹോളിഡേ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ടടാ! ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒത്തിരി നേരത്തെയാണ് അവിടെ ചെന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ റെഡി ആയിട്ട് വന്നു. ഗുഡ് മോർണിംഗ് ഫ്രം ബാങ്കോക്ക്. ഇത് ഞങ്ങളുടെ ഡേ 1 ആണ്. രാവിലെ ഞങ്ങൾ എഴുന്നേച്ച് റെഡിയായി നമ്മളിപ്പോൾ മാക്ലോങ് സ്റ്റേഷനിൽ പോവാം. സോ അതൊരു ഭയങ്കര ഫേമസ് ഒരു സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷനാണ്. അതൊരു മാർക്കറ്റിൻ്റെ നടുവിലൂടെയാണ് ട്രെയിൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു വാച്ച് ദാറ്റ് ട്രെയിൻ. നമുക്ക് എപ്പോഴും ഒന്ന് കാണാൻ പറ്റില്ല, അലോട്ടഡ് ടൈമുണ്ട്. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 11:10 to 10 ഒക്കെയാണ് സമയം നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 11:10 പോകാൻ പറ്റുമോ അറിയില്ല. സോ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ഫ്ലോട്ടിംഗ് ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. സോ അവിടെ പോയിട്ട് നമ്മൾ ഒരു 2:10 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റേഷൻ കാണാൻ. ആ മാർക്കറ്റിൻ്റെ നടുക്കൂടെ ട്രെയിൻ പോകുന്നത്. അതായത് മാർക്കറ്റ് തന്നെ ഇതിൻ്റെ തൊട്ട് നടുക്കൂടാണ് ട്രെയിൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. സോ ഇത് നമുക്ക് ഹോട്ടലുകാർ തന്നെ അറേഞ്ച് ചെയ്ത ടാക്സിയാണ്. കൃത്യം ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേക്കും ആളെത്തി. നമ്മൾ റെഡി ആയിട്ട് നമ്മൾ തീരുമാനിച്ച പോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോകും. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദം നെൻ സദ്വക് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. സോ നമ്മൾ ആദ്യം തീരുമാനിച്ചത് ആംഫവ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകാനാണ്. പക്ഷെ അപ്പോൾ നമ്മൾ അവിടെ ടൂറിസം നമ്മുടെ ഹോട്ടലിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ അങ്ങനെ ഇപ്പോൾ കാണാൻ വലിയ ആൾക്കാരൊന്നുമില്ല, വെള്ളമൊക്കെ ഒത്തിരി കുറവാണ്. സോ അപ്പോൾ നമ്മൾക്ക് അവർ സജസ്റ്റ് ചെയ്തൊരു ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് ദം നെൻ സദ്വക്. 1 hour ജേർണിയാണ് ഫ്രം ഹിയർ നമ്മുടെ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാക്ലോങ് സ്റ്റേഷൻ. What is that river called? Liver. I can't wait to have mango sticky rice. So ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ബോട്ടിലോട്ടുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ബോട്ടിൽ കയറി റെഡി ആയിട്ട് തുടങ്ങുമ്പോഴേ നമ്മളിതാ കാണുന്നത് വെള്ളം നടുക്ക് 2 സൈഡിലും സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനും കുറേ സാധനങ്ങൾ, നല്ല ബാഗുകളുണ്ട്, ഡ്രസ്സുകളുണ്ട്, സുവനീഴ്സ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, എന്ത് വേണ്ട എല്ലാം ഉണ്ട്. ഒരു പ്രത്യേക ഫീൽ. ഇങ്ങനെ നടുക്കൂടെ അപ്പുറം ഇപ്പുറയും കടകളും അടിപൊളിയായിരുന്നു ഈ ഒരു.
What to eat? And we are here to have mango sticky rice. Baby elephant. Yes, here is the baby elephant. നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് വന്നിട്ട് ഇവിടെ നമുക്ക് നിർത്തിത്താൻ നമ്മൾ ഇതൊക്കെ കാണിക്കുക അവര്. നമ്മൾ ആനപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. This is elephant ride which is happening in the floating market. Ta-da! Duji. ഈ ആളോട് ഞാൻ ചോദിക്കുകയായിരുന്നു ഈ ആനയ്ക്ക് എത്ര വയസ്സുണ്ടെന്ന്. So this elephant is 17-year-old and I am 33-year-old. And Duty is just 1-year-old. Something interesting is going to happen. നമ്മൾ ഈ ആനപ്പുറത്തൂടെ കയറി ഇങ്ങനെ നടന്നല്ലോ കുറേ നേരം. ആന ഇനി ഏതുവഴിയാണ് പോകുന്നത് നോക്കണോ? വെള്ളത്തിലൂടെ. I'll show you. Wow. Oh my God. നമ്മൾക്ക് വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ വീഴത്തില്ലെന്ന് തോന്നുന്നു. Oh my God. അഭിരാമിയെ കണ്ടോ, ഇങ്ങനെ ഇതുപോലെ ഈ ആന വെള്ളത്തിലൂടെ ഇറങ്ങി കരയ്ക്ക് കയറി വീണ്ടും നമ്മൾ ഈ വന്ന വഴി ഒക്കെ തിരിച്ച് നടക്കും. നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൈഡായി എലിഫന്റ് റൈഡ്. വെരി ഗുഡ്. വി എൻജോയ്ഡ് ഇറ്റ്. നമ്മുടെ തൊട്ട് പുറകെ തന്നെ രണ്ടുപേരും ഉണ്ട്. കുറേ നാളായിട്ട് വിചാരിക്കായിരുന്നു ഈ ആനപ്പുറത്ത് കയറണമെന്ന്. അപ്പം നമുക്ക് അങ്ങനെ അവസരമൊന്നും നാട്ടിൽ കിട്ടിയില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയ. സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് നമ്മളിപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും പ്ലാറ്റിനം ഫാഷൻ മോള് കാണാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെറിയൊരു റിസർച്ച് നടത്തിയ അനുസരിച്ചും പ്ലാറ്റിനം മോളിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഇവിടെ അവൈലബിളാണ്. നല്ല തായ് ഫുഡ്സ് ഒക്കെ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുക. ലെറ്റ്സ് സീ. പ്ലാറ്റിനം ഫാഷൻ മോൾ ഇസ് എ മസ്റ്റ് വിസിറ്റ് മോൾ. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അറ്റ് എ ചീപ്പർ റേറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ഹിയർ. നല്ലൊരു വൈബും കൂടെ ഇത്. സോ ഇതാണ് നമ്മുടെ പ്ലാറ്റിനം മോളിൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രീറ്റ് ഫുഡ് ഏരിയ. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒത്തൻറ്റിക് തായ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. നല്ല വിശപ്പ്. നമ്മളങ്ങനെ കാര്യമായിട്ട് ഇന്ന് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഷ്രിംപ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് ഷ്രിംപ്, പിന്നെ ഓംലെറ്റ്, പിന്നെ ഈ നൂഡിൽസ്, പിന്നെ ചിക്കൻ പാഡ് തൈ. ഇവിടുത്തെ ഒരു വലിയ ഫേമസ് ഡിഷാണ് പാഡ് തൈ. അപ്പോൾ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. അവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആണ് ഫ്രൈഡ് ഷ്രിംപ്. ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും അവിടെ മഴ പെയ്തു. അപ്പം മഴയൊക്കെ പെയ്ത് തോർന്നതിന് ശേഷമുള്ളൊരു സീനായിരുന്നു. ഇതാണ് ടുക് ടുക്. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോ പോലെ തന്നെ. In 600 meters, turn right. നമ്മുടെ നാട്ടിലത്തെ ഓട്ടോ പോലെ തന്നെ, പക്ഷെ ഇവിടെ ഇത് കുറച്ചും കൂടെ ഒക്കെ വിപുലീകരിച്ചൊരു ഓട്ടോയാണ്. അങ്ങനെ അതിമനോഹരമായി ഞങ്ങളുടെ ഡേ 1 അവസാനിച്ചിരിക്കുകയാണ്. നോവയും ദ്യുതിയും കിടത്തി ഉറക്കിയതിന് ശേഷം സമാധാനത്തോടെ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാമെന്ന് വെച്ചു.